പ്രേയിങ് കേരള എന്നുള്ള ഒരു പരിപാടി കണ്ടു. അതിലെനിക്ക് വളരെ ആത്മീയമായ ഒരു ഉണർവ് എനിക്ക് ലഭിച്ചു. I started day with Praying Kerala. It has been a blessing to my life. ലോൺ അപേക്ഷിച്ചാൽ പ്രേയിങ് കേരള വിളിച്ചു പറഞ്ഞ ഉടനെ അത് 2 ദിവസത്തിനുള്ളിൽ കിട്ടി. ഞാൻ ആ പ്രേയർ കേരളയുടെ പ്രാർത്ഥന കണ്ടു. അന്നോട്ട് എനിക്ക് വലിയ വിശ്വാസമായി. അങ്കിളിന് ഹെപ്പറ്റൈറ്റിസ് ബി കൂടി മരിച്ചു പോകുന്ന ഡോക്ടർമാരെല്ലാം പറഞ്ഞതാ. ഒരു 1.5 മാസം കിടക്കണമെന്ന് പറഞ്ഞ കേസ് 14 ദിവസം പോലും എടുത്തില്ല. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. 6 മണിയാവാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് TV ട്യൂൺ ചെയ്യാൻ. Jesus, we thank you. Hallelujah. Hallelujah. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ആരാധിക്കുന്നു. യേശുവേ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? The everlasting God, the Lord, the creator of the ends of the earth, neither faints nor is weary. His understanding is unsearchable, and he gives power to the weak, and to those who have no mind he increases strength. Therefore fear not, for I am with you. 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 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. Fear not, for I am with you. ആ 2 കരങ്ങളും ഉയർത്തി ചേർന്ന് ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ. Oh yes Lord. Hallelujah. Yes Lord. Hallelujah. Oh yes, we praise you Father. Father, we thank you. Hallelujah. We welcome everyone to join us in singing Hallelujah. Hallelujah. ഈ പ്രഭാതത്തിൽ യേശുവിന് നമുക്ക് വേണ്ടി വലിയ കരുതലുകളും. This is the day that the Lord has made. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, and great things are waiting for you in Jesus this morning. യേശുവിൽ താങ്കൾക്ക് വലിയ കാര്യങ്ങൾ കാത്തിരിക്കുന്നു. ഇന്ന് പകൽ കർത്താവിന്റെ സന്നിധിയിൽ ആ 2 കരങ്ങളും ഉയർത്തി യേശുവേ നല്ലവനായ യേശു താങ്കളെ സ്നേഹിക്കുന്നു. ജീസസ് ലവ്സ് യു ബിലവഡ്. യേശു താങ്കളെ സ്നേഹിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ സാഹചര്യങ്ങളുടെ മുമ്പിൽ താങ്കൾ ഉറക്കം നഷ്ടപ്പെട്ട വ്യക്തിയാകാം, അല്ലെങ്കിൽ മാസങ്ങളായി വർഷങ്ങളായി ഉറക്കമില്ലാത്ത വ്യക്തിയാകാം. ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ, പുറത്താരും അറിയാതെ ഭാരപ്പെടുന്ന വ്യക്തിയാകാം. പക്ഷെ ഇന്ന് പകൽ ഞാൻ ഉറപ്പായി പറയട്ടെ, യേശുവിൽ താങ്കൾക്ക് ശുഭമായൊരു ഭാവിയുണ്ട്. Only believe and trust in Jesus. You have a bright future in Jesus. 2 കരങ്ങളും ഉയർത്തി യേശുവിന്റെ സന്നിധി ഞങ്ങളോടൊപ്പം ഹല്ലേലൂയ ഹോസന്നാ
പാസ്റ്റർ ഗുഡ് മോർണിംഗ് പാസ്റ്റർ. ഗുഡ് മോർണിംഗ് പ്രമോദേ. പാസ്റ്റർ, ഇന്ന് രാവിലെ നമ്മുടെ കൂടെ ദൈവവചനം ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് എബനേസർ അസംബ്ലീസ് ഓഫ് ഗോഡിലെ പാസ്റ്റർ ആയിരിക്കുന്ന തോമസ് മാത്യു എന്ന് പറഞ്ഞ പാസ്റ്ററാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യട്ടെ പാസ്റ്ററെ? തീർച്ചയായിട്ടും സ്വാഗതം ചെയ്താട്ട്. പാസ്റ്റർ ഈ പ്ലീസ്. പകൽ കർത്താവേ, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ പോകുകയാണ്. ഈ യേശു അത്ഭുത മന്ത്രിയാണ്. ഈ യേശു വീരനായ ദൈവം. ഈ കർത്താവ് താങ്കളെ ഇന്ന് പകൽ സൗഖ്യമാക്കും. ആ രണ്ട് കരങ്ങളും ഉയർത്തി, കർത്താവേ, അവിടുന്ന് എന്നോട് സംസാരിക്കണം, അവിടുന്ന് എന്നെ സ്പർശിക്കണം, അവിടുത്തെ കരം എൻ്റെ മേൽ വയ്ക്കണം. ഇന്ന് പകൽ ആവശ്യത്തോടെ വിശ്വാസത്തോടെ യേശുവിൻ്റെ സന്നിധിയിൽ രണ്ട് കരങ്ങളും ഉയർത്തി, കർത്താവേ, ഞങ്ങൾ ഇന്ന് പകൽ ലോകരാജ്യങ്ങളിൽ കർത്താവേ അവർ ആയിരിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ തേജസ് ഇറങ്ങേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ നന്മ, അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൊണ്ട് ഓരോരുത്തരെയും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ പിതാവേ. താങ്ക് യു പാസ്റ്റർ തോമസ് എബ്രഹാം. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു അഭിഷിക്തനും കുടുംബവുമാണ് ഇന്ന് പകൽ നമ്മോടൊപ്പം ഈ ശുശ്രൂഷയിലായിരിക്കുന്നത്. കടന്നു വന്നതിൽ പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു. ആൻറ്റി, മിസ്സസ് മേരി തോമസ് ഓർ ജോയ്സ് ആൻറ്റി എന്ന് എല്ലാവരും വിളിക്കും. ഹൂസ്റ്റണിലെ കുടുംബത്തെ അറിയാൻ വയ്യാത്തവരില്ല, അമേരിക്കയിൽ ഹൂസ്റ്റണിലെ കുടുംബത്തെ അറിയാൻ വയ്യാത്തവരില്ല. ദീർഘവർഷങ്ങളായി പല സ്ഥലങ്ങളിൽ താമസിക്കുകയും കർത്താവിൻ്റെ വേലയിൽ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ വളരെ ശക്തമായി മുൻനിരയിൽ നിൽക്കുന്ന ഒരു അഭിഷക്തന് കുടുംബമാണ് ഇന്ന് പകൽ ഈ ശുശ്രൂഷയിൽ നമ്മോടൊപ്പം ഉള്ളത്. ദൈവത്തിൻ്റെ ആത്മാവരുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൂത് നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. 3 മക്കളെ ദൈവം നൽകി, എബി തോമസ്, ഡാനി തോമസ് ആൻഡ് ജെയ്മി തോമസ്. ആ കുടുംബം കർത്താവിൻ്റെ കരങ്ങൾ ശക്തമായി ഉപയോഗിക്കപ്പെടുന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. ഹൂസ്റ്റൺ ഏരിയയിലാണ് താങ്കൾ പാർക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്കൊരു പ്രാദേശിക സഭ ആവശ്യമാണ്. എബനേസർ അസംബ്ലീസ് ഓഫ് ഗോഡ് ഫെയർലാൻഡ് ഹൂസ്റ്റണിൽ തീർച്ചയായിട്ടും 7 മണിക്ക് ശേഷം വിളിച്ച താങ്കൾക്ക് ഇവരുടെ നമ്പറുകൾ ഞങ്ങൾക്ക് നേരിട്ട് നൽകുവാൻ സാധിക്കും. ഒരു കൗൺസിലിങ്ങോ ഒരു പ്രാർത്ഥനയോ താങ്കൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും 7 മണിക്ക് ശേഷം വിളിക്കണം. അവരുടെ നമ്പറുകൾ ഞങ്ങൾ നൽകി തരുവാൻ സാധിക്കും. ദൈവം നമ്മെ സഹായിക്കും. പാസ്റ്റർ തോമസ് എബ്രഹാം, പരിശുദ്ധാത്മാവ് താങ്കളുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ആലോചന അറിയിച്ചിട്ട് അപ്പോൾ തന്നെ ആരാധനയിൽ നമ്മോടൊപ്പമുള്ള സിസ്റ്റർ ആനിയുടെയും ആ കുടുംബത്തിൻ്റെ, അമേരിക്കയിലുള്ള ആ കുടുംബത്തിൻ്റെ പാസ്റ്റർ കൂടെയാണ് ഡോക്ടർ തോമസ് എബ്രഹാം എന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ദൈവസന്നിധിയിൽ ഇറ്റ്സ് യുവർ ടൈം. ഹല്ലേലൂയ. ഈ മനോഹരമായ പ്രഭാതത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാമനോടും പ്രത്യേകം ഞങ്ങളുടെ വാത്സല്യ കുടുംബം ബിജി, ആനി, കെവിൻ, മേഘ, ഈ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ചും ഇന്ന് പകൽക്കാലം ഒരുമിച്ച് ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ വാത്സല്യ സഹോദരങ്ങളും ഈ രാവിലെ സമയം കർത്താവായ യേശുവിൻ്റെ വലിയ സാന്നിധ്യം നിങ്ങൾ ഇരിക്കുന്ന അല്ലെ നിങ്ങൾ കേൾക്കുന്ന ആ സ്ഥലത്ത് അതിശക്തമായി വ്യാപരിക്കുന്നുണ്ട്. ഈ രാവിലെ സമയം യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തും. ഇന്നലെ വരെയുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഇന്നലെ വരെ നാം അഭിമുഖീകരിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമം നിങ്ങളുടെ ജീവിതത്തിലെ അനേക പ്രശ്നങ്ങൾ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. അനേക രോഗങ്ങൾ യേശു ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. മാനുഷികമായ വിധികൾക്ക് തിരുത്തി എഴുതി ഒരു പുതുജീവൻ ഇന്ന് പകൽക്കാലം തരുവാൻ, ഒരു പുതിയ അധ്യായം ആരംഭിക്കുവാൻ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ അടുക്കലുണ്ട്. എങ്ങും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിൽക്കുന്ന ആ നിൽപ്പിൽ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ, ഒരുപക്ഷെ നിങ്ങൾ ഹോസ്പിറ്റൽ കിടക്കയിലായിരിക്കാം. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമം, അതിശയ നാമം, സൗഖ്യമാക്കുന്ന നാമം, നമ്മെ രക്ഷിക്കുന്ന നാമം, നമ്മുടെ അഡിക്ഷനിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന നാമം
നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മെ ഉദ്ധരിക്കുന്ന നാമം, ആ നാമത്തെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ മറ്റെന്തും നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരുന്നതിന് മുമ്പായി ആ പരിശുദ്ധ നാമം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ, നിങ്ങളുടെ ചിന്തകളിലേക്ക് കടന്നു വരട്ടെ. നിങ്ങളുടെ നാവിൽ ആ നാമം ഉച്ചരിച്ചാട്ടെ. യേശുവേ, 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 എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് നീ മാത്രമാണ് മതിയായവൻ. യേശുവേ. ഇന്ന് പകൽക്കാലം ആ നാമം ഉച്ചരിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ആ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക, ഹല്ലേലൂയ. നിങ്ങളിലേക്ക് ആ ദൈവകൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവെഴുത്തിൽ നിന്നൊരു വേദഭാഗം ഞാൻ വായിക്കുന്നു. യെശയ്യാ പ്രവചനം 41-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങൾ നെടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ ഭ്രമിച്ചു നോക്കണ്ട. ഞാൻ നിന്റെ ദൈവം, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്നെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും, നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും, നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല, നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാശിസ്തുവും ഇല്ലായ്മയും പോലെയാകും. നോക്കുക, ഇന്ന് പകൽക്കാലവും ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം, നമ്മോട് സംസാരിക്കുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ അറിയുന്ന ദൈവം. ഒരുപക്ഷെ നാം പറയേണ്ട ആവശ്യം പോലുമില്ല. നമ്മുടെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിലേക്ക് നാം തിരിയുമ്പോൾ, ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നാം വരുമ്പോൾ, ആ ദൈവത്തിൻ്റെ ആവശ്യം എനിക്ക് വേണമേ എന്ന് നാം ആവശ്യപ്പെടുമ്പോൾ നമ്മോട് പ്രതികരിക്കുന്ന, നമ്മെ സൗഖ്യമാക്കുന്ന, നമ്മുടെ പ്രശ്നം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്ന ഒരു യേശു ഇന്ന് പകൽക്കാലം ജീവിക്കുന്നു. ആ യേശു പറയാണ്, നീ ഭയപ്പെടേണ്ട. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഭൗതിക പ്രശ്നമല്ല, ശാരീരിക പ്രശ്നമല്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഭയമാണ്. ഇന്ന് പകൽക്കാലം രാവിലെ എഴുന്നേറ്റപ്പോൾ അനേക വിധത്തിലുള്ള ഭയങ്ങൾ നമ്മെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വ്യാകുല ചിന്തകൾ, നിരാശകൾ, ഭയത്തിൻ്റെ ആത്മാവ്, അസ്വസ്ഥതകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചുറ്റും വന്ന് നോക്കി നിൽക്കുകയാണ്. ഇല്ല, നീ ജയിക്കയില്ല, നീ മുന്നോട്ട് പോകുകയില്ല, നിന്റെ കുടുംബം ശരിയാകയില്ല, നിന്റെ ജോലിയിൽ ശരിയാകത്തില്ല, നിന്റെ പഠിത്തം ശരിയാകത്തില്ല, നിന്റെ ബിസിനസ് ശരിയാകത്തില്ല. അനേക ഭയങ്ങൾ. എന്ത് സംഭവിക്കും? ഈ രോഗം എന്നെ തകർക്കും, ഈ രോഗം കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം യേശു നമ്മോട് വിളിച്ചു പറയുന്നു, ഇല്ല, നീ മരിക്കയില്ല, നിന്റെ പ്രശ്നം നിന്നെ തകർക്കയില്ല, നിന്റെ രോഗം സൗഖ്യമാകാൻ പോവുകയാണ്. 1000 രോഗികളെ സൗഖ്യമാക്കിയ യേശു ഇന്ന് പകൽക്കാലം നിന്റെ അടുക്കൽ നിൽപ്പുണ്ട്. നീ ഒന്ന് തിരിഞ്ഞു നിന്നാൽ മതി, നീ യേശുവിലേക്ക് മുഖം തിരിച്ചാൽ മതി. നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ആ വിശ്വാസം വ്യാപരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ അഭിമുഖീകരിക്കുന്ന എൻ്റെ പ്രശ്നത്തിന് എൻ്റെ യേശു മതിയായവനാണ്. ആ യേശുവിനോട് പറയുന്നു, ഭയപ്പെടേണ്ട. പലരുടെയും വാക്കുകൾ എന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ റിപ്പോർട്ട് എന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ട്, എക്സ്റേ റിപ്പോർട്ട് എന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ട്, കോർട്ട് വിധി എന്നെ ഭയപ്പെടുത്തുന്നു, എന്റെ ജീവിതത്തിൽ നിരാശകൾ വരുന്നു. ഇല്ല, ഇന്ന് പകൽക്കാലം യേശു പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. യേശു നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? നിങ്ങൾ തനിയല്ല, നിങ്ങൾ തനിയെ ചുമട് ചുമക്കുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇല്ല, ചുമക്കുവാൻ യേശു തയ്യാറാണ്. പക്ഷെങ്കിൽ അവന്റെ സന്നിധിയിൽ നിങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പല സന്ദർഭങ്ങൾ തോന്നിയിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂവെന്ന്. പക്ഷെ ഇപ്പോൾ പാസ്റ്ററിലൂടെ കർത്താവിൻ്റെ ആത്മാവ് തരുന്ന ആ വാക്യം, യേശുവിൻ്റെ ശബ്ദം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, അതെൻ്റെ ജീവിതത്തെ ധൈര്യപ്പെടുത്തി വീണ്ടും പ്രതികൂലങ്ങളുടെ നടുവിൽ യേശുവിൽ തന്നെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ
എന്നെ സഹായിച്ചു. പാസ്റ്റർ ജീവിതത്തിൽ അതുപോലെ ഏതെങ്കിലും ഒരു അനുഭവം, അനേക സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു അനുഭവം ഞങ്ങളോട് പങ്കിടുമോ? ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും നാം ഒറ്റയ്ക്കാണെന്ന് ധരിച്ചു പോകുന്ന ചില സന്ദർഭങ്ങൾ യേശു പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനിടയായിട്ടുണ്ട്. ഞാൻ അനേക സന്ദർഭങ്ങളിൽ രോഗിയായി തീർന്നിട്ടുണ്ട്. വൈദ്യനിൽ ആശ്രയിക്കാതെ, മരുന്നിൽ ആശ്രയിക്കാതെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് അനേക സന്ദർഭങ്ങളിൽ അത്ഭുത രോഗശാന്തി എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്റെ ശരീരത്തെ യേശു സൗഖ്യമാക്കുന്നവനാണ്. നമ്മൾ ജീവിതത്തിന്റെ വിവിധ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വെല്ലുവിളികളെ ജീവിതത്തിൽ നേരിടുമ്പോൾ, രോഗ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന എത്ര കഴിവുള്ളവരാണ് നമ്മളെങ്കിലും, ബൗദ്ധികമായിട്ട് എന്തുമാത്രം ശേഷിയുള്ളവരാണെങ്കിലും, വാട്ട് എവർ ബി അവർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ആൻഡ് കപ്പാസിറ്റീസ്, I tell you, we all face or walk through the valleys of fear. ഭയത്തിന്റെ താഴ്വരകളിലൂടെ നമ്മൾ കടന്നു പോകും. We are reading, man of God was reading from book of Isaiah chapter 41 verses 8 through 11. തീർച്ചയായിട്ടും ഇന്ന് തന്നെ അത് എടുത്ത് വായിക്കണം. യെശയ്യാപ്രവചനം 41:8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് തന്നെ ആവർത്തിച്ചെടുത്ത് വായിക്കണം. വ്യക്തമായി നമ്മോട് പറയുന്നത് ഭയപ്പെടേണ്ട. ഫാസ്റ്റർ, രോഗങ്ങൾ നിമിത്തം, വസ്തു സംബന്ധമായ ഇടപാടുകളിലുള്ള പ്രശ്നങ്ങൾ നിമിത്തം, ചതിവ് നിമിത്തം, ജോലിയിൽ നേരിടുന്ന ക്ലേശങ്ങൾ, പിരിച്ചുവിടുമെന്നുള്ളതായ ഭീഷണി, വീസ നഷ്ടപ്പെട്ട ആളുകൾ, ലേബർ ക്യാമ്പുകളിൽ കിടന്ന് കഷ്ടപ്പെടുന്നവർ, വളരെ വളരെ പ്രശ്നങ്ങളുടെ, കുടുംബത്തിന്റെ തകർച്ചയിലൂടെ പോകുന്ന 10,000ങ്ങളുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ ഒരു ആലോചനയാണ്. ഭയപ്പെടേണ്ട. യെസ് പാസ്റ്ററെ, ദൈവത്തിന്റെ ആത്മാവ് തന്ന അടുത്ത ആലോചനയുടെ അടുത്ത ഭാഗം കൂടെ പറഞ്ഞാട്ട് നോക്കുക. 11ാം വാക്യം, നിന്നോട് കോപിച്ചിരിക്കുന്നവർ, നിന്നോട് വിവാദിക്കുന്നവർ, നിന്നോട് പോരാടുന്നവർ, നിന്നോട് യുദ്ധം ചെയ്യുന്നവർ. 4 വിധത്തിലുള്ള പോരുകളാണ്. ശരീരത്തിനെതിരായി, മാനസിക സമാധാനത്തിനെതിരായി, മാനസിക സമാധാനത്തിനെതിരായി, ഭൗതിക നന്മകൾക്കെതിരായി, ജോലിക്കെതിരായി, പ്രമോഷനെതിരായി, ബിസിനസിനെതിരായി, വസ്തു ഇടപാടുകൾക്കെതിരായി, നിന്നോട് പോരാടുന്നവർ, നിന്നോട് വാദിക്കുന്നവർ, നിന്നോട് യുദ്ധം ചെയ്യുന്നവർ. ഇന്ന് പകൽക്കാലം യേശു പറയുന്നു, അവർ നാശിഷ്ടമായി തീരും. അവരുടെ മുമ്പിൽ ദൈവം നിന്റെ തല ഉയർത്തും. നീ പരാജയപ്പെടുകയല്ല, ദൈവം നിന്നെ ഉയർത്തും. ദൈവം നിന്നെ മാനിക്കും. ദൈവം നിന്റെ തല ഉയർത്തുന്നവനാണ്. യഹോവേ, നീ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തലയുയർത്തുന്നവനുമാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ താഴേക്ക് പോകാനല്ല യേശു നമ്മെ വിളിക്കുന്നത്, ജീവിതത്തിൽ ഉയരത്തിലേക്ക് പോകാൻ. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളും, വസ്തു വിഷയത്തിലായിക്കൊള്ളട്ടെ, ബിസിനസ്സിലായിക്കൊള്ളട്ടെ, വിദ്യാഭ്യാസ മണ്ഡലത്തിലായിക്കോട്ടെ, കോർട്ട് കേസിലായിക്കോട്ടെ, സർജറിയോട് അഭിമുഖീകരിക്കുന്ന വിഷയമായിക്കോട്ടെ, ഇന്ന് പകൽക്കാലം യേശുവിന് അത് ക്യാൻസൽ ചെയ്ത് നിനക്കെതിരെ നിൽക്കുന്ന എല്ലാ പോരാട്ടങ്ങളെയും, എതിരെ നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ മുമ്പിൽ ലജ്ജിച്ചു പോകാതെ നിന്നെ ഉയർത്തുവാൻ യേശുവിന് സാധിക്കും. നമുക്കൊന്നിച്ച് ദൈവത്തിന്റെ ആത്മാവ് തന്ന ആലോചനയുടെ മുൻപാകെ വിശ്വാസത്തോടെ യേശുവിന്റെ സന്നിധിയിലേക്ക് ചെന്നിട്ട് ഏത് തരത്തിലുള്ള വെല്ലുവിളികൾ എതിലെ കൂടൊക്കെ നമ്മുടെ മുമ്പിൽ വന്നാലും താങ്കൾ നശിച്ചു പോകുന്നതല്ല ദൈവത്തിന് താങ്കളെ കുറിച്ചുള്ള പദ്ധതി. പകരം കൂടെ ഇറങ്ങി വന്ന് താങ്കളെ ഉയർത്തി വിടുവിച്ച് നന്മ കൊണ്ട് നിറയ്ക്കുന്ന ഈ യേശു, കർത്താവിന്റെ ദാസൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. അത്ഭുതകരമായ വിടുതലുകൾ. ഇന്ന് പകൽ താങ്കൾ രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ വിഷമിക്കേണ്ട, യേശുവിന്റെ സന്നിധിയിൽ സൗഖ്യമുണ്ട്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ 2 കരങ്ങളുമായി ഓടിയ സ്ക്രീനിലേക്ക് വന്നാട്ട്, വേഗം ആ സ്ക്രീനിലേക്ക് വന്നാട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ വിടുതലുകൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നൽകുന്ന പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട് 10,000 ഇന്ന് പകൽ കാത്തിരിക്കുമ്പോൾ രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ സന്ദർഭത്തിൽ ഈ വചനപ്രകാരമുള്ള സൗഖ്യം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കാൻ പോകുക. ഓടി വന്ന് ആ സ്ക്രീനിലേക്ക് കരങ്ങൾ വെച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ,
ഈ രാവിലെ Yes, Lord. ജീവിതത്തിനെതിരെ നേരിടുന്ന പ്രതിസന്ധികളുടെ നടുവിൽ മനസ്സ് വ്യാകുലപ്പെട്ട് ശരീരം ക്ഷീണിച്ച് കേട്ട വാക്കുകളുടെ മുമ്പിൽ, കേട്ട മെഡിക്കൽ റിപ്പോർട്ടിന്റെ മുമ്പിൽ, കേട്ട കോർട്ട് വിധിയുടെ മുമ്പിൽ, കണ്ട മാർക്കിന്റെ മുമ്പിൽ, ഗ്രേഡ് കുറഞ്ഞു പോയി എന്ന വിഷയത്തിന് മുമ്പിൽ ഭാരപ്പെടുന്ന അങ്ങയുടെ വാത്സല്യ മക്കളെ, കർത്താവെ, അങ്ങയുടെ ആണിപ്പാടുള്ള മുറിഞ്ഞ കരം നീട്ടി ഈ രാവിലെ സമയം തൊടണമേ. അവരുടെ പ്രശ്നം അവരുടെ നിന്ന് ഒരു പുക പോലെ മാറിപ്പോകട്ടെ. Yes. യേശുവിന്റെ നാമത്തിൽ, Yes, Lord. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ യേശുവിന്റെ നാമത്തിൽ ഇടയായി തീരട്ടെ. Yes. കർത്താവെ, ഇന്ന് അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ ദിവസമായി മാറട്ടെ. ഇപ്പോൾ തന്നെ ദൈവശക്തി അവരിൽ മേൽ വ്യാപരിക്കട്ടെ. കർത്താവെ, അതിവേഗം സഞ്ചരിക്കുന്ന വചനത്തിന്റെ ശക്തി അവരുടെ പ്രശ്നങ്ങൾ എത്രായിരം മൈൽ ദൂരെയായിരുന്നാലും കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ സ്വർഗീയ കരം അവരുടെ മേൽ നീട്ടിയിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിച്ചിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. ഏലിയാമ്മ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. കണ്ണിന് കാഴ്ച കുറയുന്നു, വേദനയുണ്ട്. മകന് ട്രിവാൻഡ്രത്ത് ജോലി ലഭിക്കണം. വചനമയച്ച് സൗഖ്യമാക്കുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ മാതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് ലഭിക്കട്ടെ, പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. മോന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുവനന്തപുരത്ത് അവർ ആഗ്രഹിക്കുന്നവരെ ജോലിക്കായി ഒരു വാതിൽ തുറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് മറുപടി വന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ലളിത കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് മദ്യപാനിയായിട്ട് കടഭാരമുണ്ട്. ഹസ്ബൻഡിന് മുട്ടുവേദന, മകന് ഭയം. പ്രിയ പിതാവ്, വിഷയങ്ങൾ കടക്കാരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരനെ കടക്കാരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യപാന കർത്താവ് യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായി മാറട്ടെ. ആ കാലിന്റെ മുട്ടുവേദന യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല കടഭാരങ്ങളും മാറട്ടെ. കുടുംബം യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മെറിൻ കോഴഞ്ചേരി എന്ന് വിളിച്ചിരിക്കുന്നു. മകന് നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, മോനെ തക്കതായ ഒരു തുണി അവിടുന്ന് ഒരുക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. എലിസബത്ത് തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. വിദേശത്ത് ജോലി ലഭിക്കാനുള്ള തടസ്സങ്ങൾ മാറണം. കുടുംബത്തിൽ നിന്ന് അനുഭവിക്കുന്നു. പ്രിയ പിതാവേ, എലിസബത്തിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിദേശത്തേക്കുള്ള വഴിയൊക്കെ തുറന്നു കൊടുത്താട്ടെ. അതിനുള്ള എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രതികൂലങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവേ, ഹല്ലേലൂയ മൂലം കർത്താവേ, കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പത്തനംതിട്ടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾക്ക് ജോലി ലഭിക്കണം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, മോക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തക്കതായ ഒരു ജോലി വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജോലിക്കായി പുതുവാതുകൾ തുറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പത്തനംതിട്ടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളാണ്, അത് മാറണം. പ്രിയ പിതാവേ, വിഷയങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ പ്രതിസന്ധി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കർത്താവ്, ഒരു പുതുവഴി ഞങ്ങൾ തുറന്നു കൊടുത്താട്ടെ. സാമ്പത്തിക എല്ലാ ക്ലേശങ്ങളും മാറട്ടെ. കർത്താവ്, യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സൗത്ത് ആഫ്രിക്കയിലുള്ള ഫ്രണ്ടിന് വീസ ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രൈ കേരളയിൽ ആവശ്യപ്പെട്ടിരുന്നു. പ്രാർത്ഥിച്ചതിന്റെ ഫലമായി യേശു അത് നൽകിക്കൊടുത്തു. വീസ ലഭിച്ചു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. വളരെ തടസ്സങ്ങളുടെ മുമ്പിൽ വിഷമിച്ചിരുന്ന വേളയിലാണ് പ്രാർത്ഥനാ കേരളത്തിൽ വിവരം അറിയിച്ചത്. മിസ്റ്റർ ജോസ് തിരുവല്ലയിൽ നിന്ന് അറിയിക്കുന്നു. ജോസ് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു. കഴുത്തിന് താഴെ ഉണ്ടായിരുന്ന പാട് അത് മാനസികമായി വളരെ വിഷമം ഉയർത്തിയിരുന്നതാണ്. ഷൈജു ട്രിവാൻഡ്രത്ത് നിന്ന് അറിയിച്ചിരിക്കുന്നത് യേശു അത് പൂർണ്ണമായി മാറ്റി തന്നു. ജയിലിൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മിസ് റൂബിയാണ് ട്രിവാൻഡ്രത്ത് നിന്ന് അറിയിക്കുന്നത്. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചു. എല്ലാ പ്രയാസങ്ങളും യേശു മാറ്റി തന്നു. ലിസി ബോംബെയിൽ നിന്ന് അറിയിക്കുന്നു. നട്ടലിൻ്റെ കശേരുകളിൽ ഇടയിൽ ട്യൂമറായിരുന്നു. ഓപ്പറേറ്റ് ചെയ്താൽ ഏതെങ്കിലും ഒരു സൈഡ് തളർന്നു പോകുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. എന്നാൽ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു. യേശു അത്ഭുതം പ്രവർത്തിച്ചു.
ഓപ്പറേഷൻ സക്സസ്ഫുൾ ആകുക മാത്രമല്ല, ബയോപ്സി റിപ്പോർട്ടിൽ നേരത്തെ പറഞ്ഞിരുന്ന എല്ലാ ആശങ്കകൾക്കും വിപരീതമായി എല്ലാം നോർമൽ എന്ന് കർത്താവ് അനുഗ്രഹിച്ചു നൽകി പ്രാർത്ഥിച്ചു. എല്ലാവരോടും നന്ദി പറയും. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു. വൈഫിന് സുഖപ്രസവം ലഭിച്ച ഒരു ആൺകുഞ്ഞ് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും നന്ദി. ബിനു ആര്യനാട് ബ്രസ്റ്റിന് താഴെ മുഴയുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായി സൗഖ്യം നൽകി. കർത്താവിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു. നഴ്സിംഗ് ഇന്റർവ്യൂ പാസ്സാകുവാൻ കർത്താവ് ഇടയാക്കി പ്രാർത്ഥിച്ചു. എല്ലാവർക്കും നന്ദി. സോണിയ തിരുവല്ലയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്, മിസ് ജോസ് തിരുവല്ലയിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് അറിയിക്കുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ മകനുണ്ടായിരുന്ന 104 ഡിഗ്രി പനിയിൽ നിന്ന് അത്ഭുതകരമായ സൗഖ്യം യേശു നൽകി. പ്രത്യേകം പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. മകൾ വന്ന് എനിക്ക് B.Ed അഡ്മിഷൻ ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിരുന്നു. യേശു അത്ഭുതകരമായി നൽകി. ലോകത്തിന് 4 രാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന താങ്കൾ ഒരുപക്ഷെങ്കിൽ താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ ഓൾട്ടറിൽ വിളിച്ചു പറഞ്ഞത് കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടാകും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് ഓടി വന്ന് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞതുപോലെ ഭയപ്പെടേണ്ട, യേശു നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് വേഗം ഓടി വന്ന സ്ക്രീനിൽ കാണുന്ന ആ വിഷയങ്ങളുടെ മേൽ കരങ്ങൾ ഞങ്ങളോട് ചേർന്ന് വച്ചുകൊണ്ട് ഒരേ ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രോഗത്താൽ ഭാരപ്പെടുന്ന 10,000-കണക്കിന് ജീവിതങ്ങളുടെ വിവരങ്ങൾ പ്രേം കേരളയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പകൽ നിന്റെ കരം അവരുടെ മേൽ വായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ട്യൂമറുകൾ മാറട്ടെ, ക്യാൻസർ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്കിൻ ഡിസീസസ് മാറിപ്പോകട്ടെ. ബോണിനെ ബാധിച്ച കെടുതികൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കണ്ണുകൾക്ക് കാഴ്ച ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചെവികൾ ഇപ്പോൾ തന്നെ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തലച്ചോറ് സംബന്ധിച്ച രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഉദരസംബന്ധമായ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങൾ കഴിഞ്ഞിട്ട് തലമുറയില്ലാത്തവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഉള്ളവരായി തീരട്ടെ. ഓൾട്ടർ വെച്ചിരിക്കുന്ന ഓരോ വിഷയത്തിനു മേൽ അങ്ങയുടെ കരം നീട്ട്. യേശുവിൻ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, യേശു താങ്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. തീർച്ചയായിട്ടും ഈ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവമക്കൾ താങ്കളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുണ്ട്. 2 കരങ്ങളും ഉയർത്തി ചേർന്ന് കടകടന്ന് വേ എന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞിരിക്കുന്നത് നാസർ എന്ന് പറയുന്നൊരു സഹോദരൻ 2 വർഷം മുമ്പേ അദ്ദേഹത്തിന് വാഹന അപകടമുണ്ടായി. വാഹന ദേഹത്ത് വീണു. ഇപ്പോൾ ഭയങ്കരമായ വേദനയിലൂടെ സഹോദരൻ കടന്നു പോകുന്നു എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഈ സഹോദരി മറ്റൊരു വീട്ടിൽ ചെന്നപ്പോഴാണ് പ്രാർത്ഥന കേരളത്തെ പരിചയപ്പെടുത്തി. പ്രിയമുള്ളവരെ, നമുക്ക് വേദനയിലൂടെ കടന്നു പോകുന്നവരെ നമുക്ക് യേശുവിലേക്ക് നമുക്ക് എത്തിക്കാം. ദൈവം നമ്മൾ വിളിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ഉത്തരവാദിത്വം തന്നെ തുടരാം. അതുപോലെ തന്നെ കോട്ടയത്ത് നിന്ന് ബിന്ദു എന്നൊരു സഹോദരൻ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് കിഡ്നി സ്റ്റോൺ ഓപ്പറേഷൻ ചെയ്തു. ഇപ്പോൾ അതിഭയങ്കരമായ വേദനയിലൂടെ കടന്നു പോകുന്നു. പ്രിയമുള്ള, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പലവിധമായ ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോയവർ ഇപ്പോൾ വേദനയാൽ ഭാരപ്പെടുന്നുണ്ട്. പൂർണ്ണ സൗഖ്യം ലഭിക്കാതെ ഭാരപ്പെടുന്നുണ്ട്. ഇന്ന് പല അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക. യേശു പൂർണ്ണമായും സൗഖ്യമാകുന്നവനാ. ഇന്ന് പല അങ്ങനെയോ കടന്നു പോകുന്ന വ്യക്തിയാണ്. നിങ്ങൾ വേദനയുള്ള ഭാഗത്ത് നിങ്ങളുടെ കരം വെച്ചാട്ട് യേശുവിന്റെ അത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ ഇറങ്ങാൻ പോകുക. സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവിധ ട്രീറ്റ്മെന്റിലൂടെ കടന്നുപോയി അതിന്റെ ക്ലേശത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് പൂർണ്ണമായും സൗഖ്യമാക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. അങ്ങയുടെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നെന്ന് അങ്ങയുടെ വചനം പറയുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ അടിപ്പിണരുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ പൂർണ്ണമായും കർത്താവേ അവരുടെ ശരീരത്തിൽ ഇറങ്ങട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ നാസറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായ സൗഖ്യം ഉണ്ടാകട്ടെ. വേദന പൂർണ്ണ വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ സൗഖ്യത്തെ അങ്ങ് പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പൂർണ്ണ വിടുതൽ നൽകിയിരിക്കാൻ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആനി മാവേലിക്കരെന്ന് വിളിച്ചിരിക്കുന്നു. മകൻ രൂപൻ വെള്ളിയാഴ്ച B.Tech-ന്റെ എക്സാം ആണ്. പഠിക്കുന്നത് മറന്നു പോകുന്നു. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നന്നായി പരീക്ഷ എഴുതുവാൻ ദൈവിക പരിജ്ഞാനത്താൽ തന്റെ കുഞ്ഞിനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവൻ പഠിച്ചത് ഗ്രഹിച്ച് തക്ക സമയത്ത് പ്രവൃത്തിയിൽ എത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ജ്ഞാനം തുറന്നു വരട്ടെ. അതിനായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സലി ചാത്തനത്ത് വിളിച്ചിരിക്കുന്നു. മകൾ ജിൻസിക്ക് ന്യൂമോണിയ, ഭർത്താവിന് ഉറക്കക്കുറവ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, മകളുടെ പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ
ഇപ്പോൾ തന്നെ സംഭവിക്കുമാറാകട്ടെ. ആ ഭർത്താവിന് കർത്താവെ ഉറക്കക്കുറവ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് മാറി കർത്താവെ നല്ല ഉറക്കം കൊടുക്കുവാൻ യേശുവിന്റെ നാമത്തിനിടയാകട്ടെ. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ലീലാരാജ് നെടുമങ്ങാട്ട് നിന്ന് വിളിച്ചിരിക്കുന്നു. മകന് 27 വയസ്സുണ്ട്, മദ്യപാനമാണ്. ദൈവസന്നിധിയിലേക്ക് വരണം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഈ മകനെ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ സകല സഹവാസങ്ങളും യേശുവിന്റെ നാമത്തിൽ അവന്റെ ശരീരാത്മദേഹം വിട്ട് പുറത്തു പോകട്ടെ. ദൈവകൃപയിലേക്ക് മടങ്ങി വന്ന് രക്ഷ പ്രാപിപ്പാൻ ഇടയാക്കും. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ ആമേൻ. ലാലി തൃശ്ശൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് മദ്യപാനം മാറണം, കുടുംബത്തെ ഒരുമിച്ച് ആരാധിക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഹസ്ബൻഡ് മദ്യപാനം യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായി വിട്ടുമാറട്ടെ. അവർ ഒന്നിച്ച് കർത്താവ് യേശുവിനെ ആരാധിപ്പാൻ യേശുവിന്റെ നാമത്തിനിടയാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. മേഴ്സി ജോർജ് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. 2 ആഴ്ചയായി തലവേദനയാൽ ഭാരപ്പെടുന്നു. പരിശുദ്ധ കർത്താവേ, ഞങ്ങളും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മകളുടെ ഭാരങ്ങളെല്ലാം പൂർണ്ണമായി പുറത്തു പോകട്ടെ. ദൈവകൃപയിലേക്ക് മടങ്ങി വരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അന്നമ്മ മാത്യു ചെവിയുടെ ഇൻഫെക്ഷൻ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ ചെവിയുടെ ഇൻഫെക്ഷൻ പൂർണ്ണമായി യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവിന്റെ കരമട പ്രവർത്തിക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കേരളയിൽ രാവിലെ ഞങ്ങളോട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, നിങ്ങൾ വിളിച്ചു പറയുന്ന ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ഇവിടെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ ഏതുമാകട്ടെ, സാമ്പത്തികമായ കെടുതികളിൽ കൂടിയാണോ നിങ്ങൾ കടന്നു പോകുന്നത്, മക്കളെ ചുള്ളി ഒരുമിക്കുന്നുണ്ടോ, രോഗത്തിന്റെ അവസ്ഥയിൽ കൂടിയാണോ, വിഷയം ഏതുമാകട്ടെ, നമുക്ക് യേശുവിന്റെ സന്നിധിയിലേക്ക് എല്ലാം പരിഹാരം യേശു മാത്രമാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നുണ്ട്. ജയ എറണാകുളത്ത് വിളിച്ചിരിക്കുന്നു. ബ്രദറിന് നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അതുപോലെ ജൂബി ട്രിവാൻഡ്രത്ത് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൊണ്ട് വീടിന്റെ പണി പൂർത്തിയാകുന്നില്ല. അതുപോലെ രമണി തിരുവല്ലയിൽ വിളിച്ചു പറയുന്നു. 8 ലക്ഷം രൂപ കടമുണ്ട്, ജപ്തി നടപടി പോയിക്കൊണ്ടിരിക്കുന്നു. അനേകർ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുന്നു. നമുക്കൊന്നായിട്ട് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ ഏതെങ്കിലും വിഷയത്തിൽ യാചിക്കുമ്പോൾ ഐക്യമത്യപ്പെട്ടാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത് നൽകും. നമുക്കൊന്നായി ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ സിനു ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് അത്ഭുതം ചെയ്യുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. കർത്താവേ, 8 ലക്ഷം രൂപ കടമുള്ള ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ വിടുതൽ ആ കുടുംബത്തിന് മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജൂലിയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാണ്. ആ ഭവനത്തിന്റെ പണിയെ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം കർത്താവേ, അങ്ങയുടെ അത്ഭുതം ആ കുടുംബത്തിനെ വ്യാപരിക്കട്ടെ. സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജയയുടെ ബ്രദറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നെഞ്ചുവേദന പൂർണ്ണ വിടുതൽ നൽകി ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്ക് ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ, ഞാൻ തിരുവനന്തപുരത്ത് വിളിക്കുന്ന സജിതയാണ്. എനിക്ക് SLE അസുഖമാണ്. ഹലോ. പിന്നെ എന്റെ അമ്മയ്ക്ക് മുട്ട ഓപ്പറേഷൻ ചെയ്തത് വേദന കുറയുന്നില്ല. പിന്നെ മോന് ഒരു കാലിൽ ചൊറിഞ്ഞു പൊട്ടലുണ്ടായി. അത് ഫംഗസ് രോഗമാണെന്ന് പറയുന്നത്. ഇപ്പൊ 6 മാസമായി മരുന്ന് കഴിച്ചിട്ട് അതും മാറുന്നില്ല. അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ ശരീരം മൊത്തം വേദനയുണ്ട്. സിസ്റ്റർ പേരൂടെന്ന് പറഞ്ഞാട്ട്. എന്റെ പേര് സജിത, അമ്മയുടെ പേര് സരോജിനി അമ്മ, മകന്റെ പേര് സജിൻ. സജിൻ. ഓക്കെ. സജിത, സരോജിനി അമ്മ ആൻഡ് സജിൻ. അമ്മ, മകളുടെ മകന് 3 പേരും സൗഖ്യമില്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ടെലിഫോണിൽ വന്നിരിക്കുന്നത്. SLE എന്ന രോഗം, വൈദ്യശാസ്ത്ര പ്രകാരം ആ രോഗത്തിന് മരുന്നില്ല. കുറേ മരുന്നുകളൊക്കെ കഴിച്ച് ശരീരമെല്ലാം വല്ലാത്തൊരു പരുവത്തിലായി പോകുന്നു എന്നല്ലാതെ മരുന്നില്ല. എന്നാൽ ഇന്ന് പകൽ യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. സിസ്റ്റർ സജിത, യേശു താങ്കളെ സൗഖ്യമാക്കുന്നത് ഞാൻ ഒരു നിമിഷം കൊണ്ട് പ്രാർത്ഥിക്കാം. അമ്മയുടെ കാലിന് മുട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞ് കഠിനമായ വേദനയോടെ ആ മാതാവായിരിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. യേശു പൂർണ്ണമായി സൗഖ്യമാക്കും. 6 മാസമായിട്ട് സജിന് കാല് ചൊറിഞ്ഞു പൊട്ടുന്ന ആ ഫംഗൽ ഇൻഫെക്ഷനോട് ഭാരപ്പെടും. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും ചേർന്ന്. അതോടൊപ്പം പല
പ്രിയപ്പെട്ടവർ, പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ SLE രോഗത്താൽ ഭാരപ്പെടുന്നവർ പ്രൈം കേരളയിൽ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് അറിയിക്കുന്നുണ്ട്. നമുക്കൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ വിമോചനം യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ആ ജീവിതങ്ങളുടെ മേൽ ഉണ്ടാകേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ സജിത സമ്പൂർണ്ണമായി സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഉച്ച മുതൽ പാദം വരെ പൂർണ്ണമായ സഹോദരി സൗഖ്യമാകട്ടെ. ആ മാതാവ് സരോജിനി അമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം ആ മകളുടെ മേൽ കൊടുത്താട്ട്. ആ മുട്ടിൻ്റെ വേദനകൾ മാറട്ടെ. പൂർണ്ണ സൗഖ്യം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. സജ്ജനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ മകൻ സൗഖ്യമുള്ളവനാകട്ടെ. അവിടുത്തെ നന്മ കൊണ്ട് നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. പിതാവേ, എൻ്റെ കയ്യിൽ ഇപ്പോൾ മിസ്റ്റർ വത്സലൻ ICUവിലായി ഹാർട്ട് അറ്റാക്ക് നിമിത്തം ICUവിലായി ദുബായിലായി. ഇന്നലെ 2 പേര് ഞങ്ങളെ ടെലഫോണിൽ വിളിച്ചു പറഞ്ഞു, ഈ പ്രിയപ്പെട്ടവൻ്റെ കഴിഞ്ഞ ദിവസം ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഹോസ്പിറ്റൽ ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റി. ഇന്നലെ രാവിലെ പെട്ടെന്ന് വീണ്ടും അടുത്ത അറ്റാക്ക് ഉണ്ടായി. 12 മിനിറ്റുകൾ ഈ ശരീരത്തിൽ ജീവനില്ലായിരുന്നു. തൻ്റെ മകൻ അരികെ നിന്ന് യേശുവോട് നിലവിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ കണ്ണ് വീണ്ടും 12 മിനിറ്റുകൾ കഴിഞ്ഞ് തുറന്നു. അവർ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥിക്കുവാൻ പിതാവിൻ്റെ ജീവന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി വിലപിക്കുന്ന കുടുംബത്തോടു കൂടെ നമ്മൾ ഇറങ്ങി നിൽക്കാൻ പ്രാർത്ഥിക്കാൻ പോയി. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകും. അമ്മ ഹാർട്ട് അറ്റാക്ക് മൂലം ICUവിലായിരിക്കുന്ന നിഷ വർക്കലയിൽ നിന്ന്, സൂസി അമ്മ കോട്ടയത്തു നിന്നുമാ ദുബായിൽ നിന്നുമാ ഈ വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ധാരാളം രോഗികൾ ആശുപത്രികൾ ICUവിലും ഓപ്പറേഷനിലൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം കർത്താവ് നൽകും. എൻ്റെ ശരീരത്തെ സൗഖ്യമാക്കി അതേ യേശു ഇപ്പോൾ തന്നെ 2 കരങ്ങൾ ഉയർത്തി പ്രൈം കേരള കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മിസ്റ്റർ വത്സന്റെ മേലെ അങ്ങയുടെ കരം വയ്ക്കും. എവിടെ ആയിരിക്കുന്നു അവിടേക്ക് യേശുവിൻ്റെ വചനത്തെ ഞങ്ങൾ അയക്കുന്നു. Lord, we send forth your word over that man's life in Jesus' name and we declare complete healing over his body in Jesus' name. യേശുവിന്റെ നാമത്തിൽ തികഞ്ഞ സൗഖ്യത്തിലേക്ക് വരട്ടെ. ആ മാതാവ് പൂർണ്ണമായി സൗഖ്യത്തിലേക്ക് വരട്ടെ. ഹൃദ്രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ തന്നെ മാർവിലേക്ക് കരങ്ങൾ വെച്ചാട്ട് ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. യേശു താങ്കളെ അത്ഭുതകരമായി സൗഖ്യമാക്കും യേശുവിൻ്റെ നാമത്തിൽ. ഹൃദ്രോഗം ഏതു നിലവാരത്തിലുള്ളതാണെങ്കിലും യേശുവിൻ നാമത്തിൽ അത് ഇപ്പോൾ അവരിൽ നിന്ന് മാറിപ്പോകട്ടെ. സമ്പൂർണമായ സൗഖ്യം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിതാവെ, മറക്കരുത് നമ്മൾ. ഞാൻ എവിടെ പോയാലും ആളുകളെ കാണുമ്പോൾ അവർ പറയുന്നത് 28, 29, 30 തീയതികളിൽ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ തന്നെ അവധിയൊക്കെ ക്രമീകരിച്ച് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ മാസം 28, 29, 30 തീയതികളിൽ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ടെലഫോൺ വന്നിട്ടുണ്ട്. ശേഷം അടുത്തതിലേക്ക് പോകാം. ഹലോ. ഹലോ പാസ്റ്റർ, എൻ്റെ മകനെ ഞാൻ പേരുക്കടുന്ന സരോജിനിയാണ് വിളിക്കുന്നത്. ഹലോ. പറഞ്ഞോളൂ. പേരുക്കടുന്ന സരോജിനിയാണ് വിളിക്കുന്നത്. മകന്റെ പേര് ബിജു. അവന് കിഡ്നി സ്റ്റോൺ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത് കുറച്ച് കുറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ വീണ്ടും പെയിനായിട്ട് മെഡിസിൻ കഴിക്കണം എന്നുള്ള സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. പ്രാർത്ഥിച്ചത് ശമനം ഉണ്ടാകണം. പിന്നെ എൻ്റെ ബ്രദറിന് ഭയങ്കര മദ്യപാനം. അവന്റെ പേര് വിമൽ എന്നാണ്. അത് കുടുംബം തകർന്നു, മദ്യപിച്ച് അതും ഒന്ന് പ്രാർത്ഥിച്ച് തീർച്ചയായിട്ടും ഒരു കുറവുണ്ടാകണം പാസ്റ്റർ. ബൈബിൾ പറയുന്നു, യേശു ഒരുവനെ സ്വതന്ത്രനാക്കിയാൽ മാത്രമേ ഒരുവൻ സ്വതന്ത്രനാകുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. ആ സഹോദരന് മിസ് സരോജിനിയമ്മ ഈ പേരൂർക്കടയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ടെലഫോണിൽ വന്നിരിക്കുന്ന സ്വന്തം മകന് കിഡ്നി സ്റ്റോണിനാൽ ഭാരപ്പെടുന്ന പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും മദ്യപാനത്തിൻ്റെ കെടുതിയിലൂടെ പോകുന്ന തൻ്റെ സഹോദരൻ്റെ വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കുടുംബം പോലും തകർന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ എവിടെ പോയാലും കുടുംബം തകരുന്ന മദ്യപാനത്തിൻ്റെ ആഴകളിലൂടെ പോകുന്ന ജീവിതങ്ങൾ മാത്രമല്ല, കിഡ്നി രോഗത്താൽ ഭാരപ്പെടുന്ന നൂറുകണക്കിന് ജീവിതങ്ങൾ ഇന്ന് പകൽ വിശ്വാസത്തോടെ, യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ അടയാളമായി 2 കരങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ വചനപ്രകാരം യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വന്ന് കർത്താവെ, കിഡ്നി സംബന്ധമായ രോഗത്താൽ വിഷമിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ആ വിജിക്കായി പ്രാർത്ഥിക്കുന്നു. അവൻ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. ആ കിഡ്നി സ്റ്റോൺ അതിപ്പോൾ ഇത് നിമിത്തം ഭാരപ്പെടുന്ന ഏതു രോഗിയുടെ
രോഗിയുടെ മേലും യേശുവേ അവിടുത്തെ കരം വയ്ക്കും. ഇപ്പോൾ അത് പൊടിഞ്ഞു പോകട്ടെ യേശുവിൻ നാമത്തിൽ. ആ കല്ലുകൾ അത് പൊടിഞ്ഞു പോകട്ടെ. യേശുവിന്റെ സൗഖ്യം വ്യക്തമായി അവരുടെ മേലുണ്ടാകട്ടെ. അവർക്കുകൾ പരാജയപ്പെട്ട നിമിത്തം ഡയാലിസിസിലും മറ്റ് അനുബന്ധമായ ചികിത്സയിലൂടെ പോയിട്ട് ക്ലേശങ്ങൾ മാത്രം, വ്യഥകൾ മാത്രം അനുഭവിക്കുന്ന ആ ജീവിതങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം അവർക്ക് ഉണ്ടാകുമാറാകട്ടെ. മദ്യപാനത്തിന്റെ ഗതിയിലൂടെ പോകുന്ന ആ വിലപ്പെട്ട ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പണവും കുടുംബവും എല്ലാം നഷ്ടപ്പെടുത്തി അവർക്കും നാടിനും ഭാരമായി ജീവിക്കുന്ന ജീവിതങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥന കേരളത്തിൽ അറിയിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങളെ യേശു അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഇന്ന് പകൽ അങ്ങയുടെ കരം അവരുടെ മേൽ വയ്ക്കും. യേശുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ ആ വിടുതൽ സംഭവിക്കട്ടെ. അവിടുന്ന് അത് ചെയ്തത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ 28, 29, 30 രാവിലെ 10 മുതൽ 12 വരെ ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ. ഓർക്കണം, ഹാർവസ്റ്റ് ടെലിവിഷനിൽ മാത്രമാണ് ഇങ്ങനെ ശുശ്രൂഷ താങ്കൾക്ക് ലഭിക്കുന്നത്. ധാരാളം ആളുകൾ അവധി ഇപ്പോൾ തന്നെ ക്രമീകരിച്ചു കഴിഞ്ഞു. കുടുംബമായിട്ടും സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരും ഒന്നിച്ച് ഏതെങ്കിലും വീടുകളിലോ സ്വന്തം വീടുകളിലോ ഒക്കെ കൂടണം. ധാരാളം ദൈവദാസന്മാർ അവരുടെ സഭകളിൽ ഇപ്പോൾ തന്നെ ഉപവാസ പ്രാർത്ഥന പരസ്യമാക്കി കഴിഞ്ഞു. ധാരാളം ടെലിവിഷൻ കണക്ഷൻ എടുത്തു കഴിഞ്ഞു. നമ്മൾ ഒന്നിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, രാജ്യത്തിന്റെ വിടുതലിന് വേണ്ടി, കുടുംബങ്ങളുടെ വിടുതലിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ഈ ദിവസങ്ങൾ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും. 28, 29, 30 തീയതികളിൽ കോൺഫറൻസിന് വേണ്ടിയുള്ള, ധ്യാനത്തിന് വേണ്ടിയുള്ള രജിസ്ട്രേഷന്റെ എണ്ണം ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികമായി കൂടിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമെങ്കിൽ വലിയൊരു സ്ഥലത്തേക്ക് മാറുന്നതായിരിക്കും. ഇന്ന് തന്നെ വിളിച്ച് ഡിസംബർ 12, 13, 14 തീയതികൾ നടക്കാൻ പോകുന്ന പ്രേയിങ് കേരളയുടെ ഒരു കുടുംബ സംഗമം, ആ ധ്യാനത്തിനു വേണ്ടി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. തലയിൽ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ പോവുകയാണ്. മൈഗ്രെയിൻ ആകട്ടെ, തലച്ചോർ സംബന്ധമായ രോഗങ്ങളാകട്ടെ, തലയിൽ അതിഭയങ്കരമായ ക്ലേശങ്ങളിലൂടെ പോകുന്നവർ, തട്ടിപ്പൊട്ടിക്കുന്ന അനുഭവങ്ങൾ, തലയിൽ എന്തുകൊണ്ട് ഇടിക്കുന്നത് പോലെ എന്ത് കഴിച്ചാലും ക്ലേശത്തിൽ നിന്ന് വിടുതലില്ലാതെ വിഷമിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. താങ്കൾ ആ വിഷമത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ ഇപ്പോൾ തന്നെ തലമേൽ കരങ്ങൾ വെച്ചാട്ട് താങ്കളുടെ തലയിൽ യേശുവിൻ്റെ കരം വരുന്നു. താങ്കളുടെ ശരീരത്തിൽ പൂർണ്ണ സൗഖ്യം താങ്കൾ അനുഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യാധി, ആ രോഗം അവരുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ അവർ അനുഭവിക്കട്ടെ. അവിടുന്ന് അത് ചെയ്തത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ. രാജമണ്ഡലത്തിൽ വിളിച്ചിരിക്കുന്നു. ശാരീരിക വേദന, കടഭാരം, മക്കളുടെ തലമുറയിലെ കുടുംബം സ്നേഹത്തോടെ പെരുമാറുവാൻ പ്രാർത്ഥന യോജിക്കുന്നു. പ്രിയപിതാവേ, വിഷയങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാജമാനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീരത്തെ അലട്ടുന്ന എല്ലാ വേദനകളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കടഭാരം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പുതുവഴി അങ്ങ് തുറന്നു കൊടുത്താട്ട് കർത്താവെ, മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറയെ കൊടുത്ത് അവരെ മാറിച്ചാട്ട് കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കുഞ്ഞുമോൻ മാന്നാർന്ന് വിളിച്ചിരിക്കുന്നു. ഷുഗർ, കൊളസ്ട്രോൾ, BP ഉണ്ട്. കുറച്ച് രൂപ കിട്ടുവാനുണ്ട്. വസ്തു വിൽക്കണം, കടഭാരം മാറണം. കർത്താവേ, ഞങ്ങൾ ഈ വിഷയങ്ങളെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ മകന്റെ ശരീരാത്മദേഹിയിൽ ഒരു പൂർണ്ണ സൗഖ്യത്തെ ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു. സകലതും നോർമൽ ആകുവാൻ ഇടയാകട്ടെ. തന്റെ മകന് കിട്ടുവാനുള്ള പണം എത്രയും വേഗം ലഭിക്കാൻ ഇടയാക്കണം. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകട്ടെ. വസ്തു കർത്താവേ, തന്റെ മക്കൾക്ക് ആഗ്രഹിക്കുന്ന വില ലഭിക്കാൻ തക്കൊണ്ട് ഇടയാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മോളി വർക്കലയിൽ നിന്ന് വിളിച്ചിരിക്കുന്ന മകൻ ആഹാരം കഴിക്കുന്നില്ല, പ്രാർത്ഥന യോജിച്ചിരിക്കുന്നു. പ്രിയപിതാവേ, മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശരീരത്തെ അലട്ടുന്ന എല്ലാ കെടുതികളും എല്ലാ ക്ലേശങ്ങളും മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം, ഒരു പൂർണ്ണ ആരോഗ്യം നിന്റെ മകനിലേക്ക് അങ്ങ് അയച്ചാട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സണ്ണി കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. തലവേദനയാൽ ഭാരപ്പെടുന്നു. പരിശുദ്ധ കർത്താവേ, മകനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ശരീരത്തെ അലട്ടുന്ന ആ ബുദ്ധിമുട്ട് ഇപ്പോൾ തന്നെ പൂർണ്ണമായി മാറിപ്പോകട്ടെ. ദൈവകൃപയിൽ ആശ്രയിച്ച് പുതുജീവൻ തുടങ്ങുവാനിടയാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗീത പാലോട് നിന്ന് വിളിച്ചിരിക്കുന്നു. ദേഹം തളരുന്ന പോലെ കർത്താവേ, പ്രിയ പിതാവേ, ഈ സഹോദരിയെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലെ എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ, എല്ലാ ബലക്ഷതങ്ങളും മാറട്ടെ. കർത്താവ് ദൈവിക ബലത്താൽ നിറയട്ടെ, ദൈവിക സൗഖ്യത്താൽ നിറയട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
മിനി പത്തനംതിട്ടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. കൈക്ക് ഭയങ്കര വേദന, രണ്ടാമത്തെ മകൻ പഠിത്തത്തിൽ പുറകോട്ട്. പരിശുദ്ധ കർത്താവെ, ഞങ്ങളെയും കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ മകളുടെ ആ കൈകളുടെ വേദനകൾ പൂർണ്ണമായും മാറിപ്പോകട്ടെ. ഇപ്പോൾ തന്നെ അവൾ സ്വതന്ത്രയാകട്ടെ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയെ അനുഭവിപ്പാനിടയാക്കണം. കർത്താവെ, കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാനുള്ള ഉത്സാഹവും ഓർമ്മശക്തി അവർക്ക് വീണ്ടും വരുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവേ, ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ടെന്ന് പറയത്തക്ക കുഞ്ഞുങ്ങളെ ഉണർത്തുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ട്രിവാൻഡ്രത്ത് നിന്ന് ബിജു വർഗീസ് വിളിച്ച് പറഞ്ഞിരിക്കുന്ന 7 മാസമായിട്ട് തലയ്ക്കകത്ത് വെരുപ്പ്, രാവിലെ ഹോസ്പിറ്റലിൽ പോകുന്ന പരിപൂർണമായി സൗഖ്യം ലഭിക്കേണ്ടതിന്റെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. കാട്ടാക്കട നാൻസി വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഹസ്ബൻഡ് ഭയങ്കര തലവേദനയാൽ ഭാരപ്പെടുന്ന BP കൂടുതലാണ്, പൂർണ്ണ സൗഖ്യം അദ്ദേഹം ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് ഓമന വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ജോയിൽ പനിയാൽ ഭാരപ്പെടുന്നു, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല, പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ജോർജ് തിരുവല്ല എന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഭാര്യ സാറാമ കണ്ണിന്റെ ട്രീറ്റ്മെന്റ് വേണ്ടി മധുരയ്ക്ക് കടന്നു പോകുന്നു, പൂർണ്ണ സൗഖ്യം ലഭിക്കണം. ഇന്ന് പേരിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അത്ഭുതകരമായ സൗഖ്യം നൽകുന്ന യേശുവിന്റെ കരം ഈ ഓരോരുത്തരുടെ മേൽ വ്യാപരിക്കണേ. അതോടൊപ്പം രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ തങ്കച്ചാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. വചനമയച്ച് സൗഖ്യമാക്കുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹോസ്പിറ്റലിൽ രോഗത്താൽ പാടുന്ന അനേകരുണ്ട്, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് മറുപടി ദൈവമാണല്ലോ. കർത്താവെ, ഓമനയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പൂർണ്ണമായിട്ടും മാറട്ടെ. കർത്താവെ, ആൻസിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ തലവേദന പൂർണ്ണമായിട്ടും മാറട്ടെ. ബിജി വറീസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 7 മാസമായിട്ടുള്ള തലവേദന എന്റെ കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമായി സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവെ, അനേകർ കർത്താവെ പലവിധ രോഗത്താൽ ഉച്ച മുതൽ ഉള്ള പല രോഗത്താൽ ഭാരപ്പെട്ട് കർത്താവെ ഭവനങ്ങളിലും ആശുപത്രികളായിരിക്കുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് വചനമായി പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് മറുപടി തന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പത്രത്തില് പ്രത്യേക സ്റ്റേറ്റ് ടു പ്രൊവൈഡ് റവന്യൂ ലാൻഡ് ഫോർ ആറന്മുള എയർപോർട്ട്. നമ്മൾ പ്രാർത്ഥന കേരളം തുടങ്ങിയപ്പോൾ മുതൽ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഓരോ ജില്ലയിലും എയർപോർട്ടുകൾ ഉണ്ടാകണം. കേരളം വികസിച്ച് മതിയാകുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ ഉണ്ടാകട്ടെ. പുതിയ ബിസിനസ് സംരംഭങ്ങൾ വരട്ടെ. ഇവിടുത്തെ തൊഴിലില്ലായ്മ മാറണം, പൂർണ്ണമായി തൊഴിലില്ലായ്മ മാറണം. അതിനനുകൂലമായ സാഹചര്യങ്ങൾ, ആവശ്യമില്ലാത്ത ഹർത്താലുകളും ബന്ധുകളും ആ സംവിധാനങ്ങൾ തന്നെ നമുക്ക് വലിയ നാണക്കേടിലേക്ക് കേരളത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഉപരിയായി ദൈവത്താൽ ഉയർത്തപ്പെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. ആറന്മുളയിലെ പുതിയ എയർപോർട്ട് വരുന്നതിൽ റെയിൽ കേരള സന്തോഷിക്കുന്നു. കോട്ടയത്ത് വരട്ടെ, ഇടുക്കി ജില്ലയിൽ വരട്ടെ, വയനാട്ടിൽ വരട്ടെ, ഓരോ ജില്ലാ ജില്ലയിൽ എയർപോർട്ടുകൾ വരട്ടെ. അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ പൂർണ്ണമായ വികസനത്തിന് ആയിരങ്ങൾക്ക് ജോലി സാധ്യതയുമുള്ള സംവിധാനമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാ നിലയിലും നമ്മെ സംസ്ഥാനത്തെ അനുഗ്രഹിക്കേണ്ടതിന് കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കേരള സംസ്ഥാനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ത്യയെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നന്മ ഈ രാജ്യത്ത് ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് കേരളത്തിൽ കർത്താവെ ഓരോ ജില്ലകളിലും എയർപോർട്ടുകൾ ഉണ്ടാകട്ടെ. സ്വകാര്യ ഗവൺമെന്റ് പങ്കാളിത്തത്തോട് കർത്താവെ അവിടുന്ന് അത് മുഴുവൻ അറിയുന്നു. പുതിയ എയർപോർട്ട്സ് ഉണ്ടാകട്ടെ. ജനജീവിതം സുഗമമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പ്രിയ പിതാവേ, ഇന്ന് മനോരമയുടെ 7ാമത്തെ പേജിൽ രാത്രിയിൽ ലൈറ്റ് ഡിം ചെയ്യാത്തവരെ പിടികൂടുമെന്ന് ശ്രീ ഋഷിരാജ് സിംഗ് സാർ അറിയിച്ചിട്ടുണ്ട്. നല്ല കാര്യം. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. നടപ്പിൽ വരുത്തുന്ന നല്ല ഉദ്യോഗസ്ഥർ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. റോഡ് ഗതാഗതം പൂർണ്ണമായ 100% സുരക്ഷിതത്വമുള്ളതായി മാറേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. വായു ഗതാഗതം, ജലഗതാഗത മേഖലകൾ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതം പ്രവർത്തിക്കുക. കർത്താവേ, ഗതാഗത മേഖലകളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ റോഡിൽ സുരക്ഷിതത്വം എല്ലാവരിലും ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഉണ്ടാകട്ടെ. കെടുതികൾ നിമിത്തം, ആക്സിഡന്റ് നിമിത്തം മരണത്തിലൂടെ പോയവരെ ഓർത്ത് വിലപിക്കുന്ന കുടുംബങ്ങളെ, ജീവിതങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സമാധാനം അവിടെ നൽകണം. അപകടത്തിന്റെ കെടുതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരെ അവിടുന്ന് സൗഖ്യമാക്കും. യേശുവിന്റെ നാമത്തിൽ യൗവനത്തിൽ തന്നെ തളർന്നു പോയവരുണ്ട്, അവിടുന്ന് അവരെ വിടുവിക്കും. യേശുവേ, അങ്ങയുടെ കരം അവരുടെ മേൽ വയ്ക്കണം. ഞങ്ങളുടെ സംസ്ഥാനം എല്ലാ നിലയിലും വികസിക്കട്ടെ. കർത്താവേ, നിന്റെ കരം കൂടെ ഇരിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ. കുഞ്ഞുമോൾ പനച്ചിക്കാട് നിന്ന് വിളിച്ചിരിക്കുന്നു.
മകൻ ജിതിന് ഇന്ന് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആ മോനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാക്ടിക്കൽ എക്സാമിനേഷനിൽ ഒരു പൂർണ്ണ വിജയം കണ്ടാവട്ടെ. എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ബിജു പത്തനംതിട്ട വിളിച്ചിരിക്കുന്നു. അമ്മയുടെ ഷുഗർ നോർമൽ ആകണം. പിതാവിന്റെയും ലിൻസുവിന്റെയും മദ്യപാനം മാറണം. ജീമോന്റെ മദ്യപാനം മാറണം. യേശുവിന്റെ നാമത്തിൽ അമ്മയുടെ ഷുഗർ പൂർണ്ണമായി കർത്താവെ നോർമൽ ആകട്ടെ. കർത്താവെ മദ്യപാനത്തിന്റെ ശക്തിയിൽ ആയിരിക്കുന്ന ജീവിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോവാൻ കൽപ്പിക്കുന്നു. ആ ജീവിതങ്ങളെ പിടിപ്പിക്കുന്ന ശക്തിയോട് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ജോളി തിരുവല്ല എന്ന് വിളിച്ചിരിക്കുന്നു. വിവാഹം നടക്കണം, ജോലി ലഭിക്കണം. കുവൈറ്റിലായിരുന്ന സമയത്ത് കൊടുത്തുവിട്ട പൈസയും സാധനങ്ങളും വീട്ടിൽ ഇപ്പോഴും കൊടുത്തിട്ടില്ല. ഞാൻ തിരികെ നാട്ടിൽ വന്നിട്ടും തന്നിട്ടില്ല. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആ മോനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ഹല്ലേലൂയ, നല്ലൊരു ജോലി ലഭിക്കട്ടെ, ആ ഒരു തക്കതായ ഒരു കൂട്ടുപങ്കാളിയെ ലഭിക്കട്ടെ. കർത്താവേ ഹല്ലേലൂയ, കുവൈറ്റിലായിരുന്നപ്പോൾ കൊടുത്തുവിട്ട ആ സാധനങ്ങൾ കർത്താവേ ഏത് വ്യക്തിയുടെ കയ്യിൽ കൊടുത്തുവിട്ടോ ആ വ്യക്തിയുടെ മനസ്സിൽ കർത്താവേ അവിടുന്ന് തോന്നിക്കണം അത് തിരിച്ചു കൊടുക്കുവാനെന്ന്. എന്റെ കർത്താവ് ആ വ്യക്തിയോട് അങ്ങനെ ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ബേബി ചായക്കുടിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾക്ക് 4 വർഷമായി തലവേദന, പൂർണ്ണ സൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റുന്നില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഈ തലവേദന യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായി വിട്ടുമാറട്ടെ. അവിടെ സൗഖ്യമാക്കുന്ന കരം യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിന്മേൽ വരട്ടെ. കർത്താവേ ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ തക്കോണം നിന്റെ മകളുടെ ശരീരത്തെ നീ പൂർണ്ണമായി കർത്താവെ വിടിവിക്കുവാൻ തക്കണം നീ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന നിർവഹിക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ശോഭ നെയ്യാറ്റിൻകരയിൽ വിളിച്ചിരിക്കുന്നു. മകൾ അനില തലവേദന, ക്ഷീണം, പഠിക്കാൻ പ്രയാസം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ മോളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ എല്ലാ ക്ഷീണങ്ങളും എല്ലാ രോഗത്തിന്റെ അവസ്ഥകളും പൂർണ്ണമായിട്ട് ആ മോളിൽ നിന്ന് വിട്ടുമാറട്ടെ. പഠിക്കാനുള്ള കഴിവും ശക്തിയും ബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിന്റെ തടയുമെന്ന് വിളിച്ചിരിക്കുന്നു. മകൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം നടക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഈ മകന് നല്ലൊരു വിവാഹം നടക്കുവാൻ യേശുവിന്റെ നാമത്തിനിടയാകട്ടെ. എന്റെ കർത്താവ് അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സുജ പത്തനംതിട്ടയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് മകനെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ പോകുന്നു, അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സാറാമ തൃപ്പൂണിത്തറയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് മകൻ ബൈജുവിന് വിസ ഈ ആഴ്ച കൂടിയുള്ളത് നീട്ടി കിട്ടുവാൻ പ്രാർത്ഥിക്കണം. അനേകർ ഇതുപോലുള്ള പ്രാർത്ഥന വിഷയങ്ങൾ നമ്മളെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അന്നമ്മ തിരുവല്ലയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് അനുജയത്തിന്റെ കൊച്ചുമകന് പനിയാണ്, സ്നേഹയ്ക്ക് നല്ല റിസൾട്ട് വേണം, BSc നഴ്സിംഗ് സോജൻ പഠിക്കുന്നു, +2 നന്നായി പഠിക്കണം, ഗ്രേസിന് മാനസിക രോഗം മാറാൻ വേണ്ടിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓമന തൃശ്ശൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് സഹോദരിയുടെ 11 വയസ്സുള്ള മകന് എന്ത് കഴിച്ചാലും വോമിറ്റ് ചെയ്യുകയാണ്. ആ വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഈ വിഷയക്കാര് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. 11 വയസ്സുള്ള മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിലെ വോമിറ്റിംഗ് അത് മാറട്ടെ. കർത്താവേ ഫുഡ് കർത്താവെ കഴിക്കുമ്പോൾ എല്ലാ പ്രയാസങ്ങളും മാറട്ടെ. ആരോഗ്യ ബലം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവില്ല എന്ന് കർത്താവെ ഞാൻ അന്നം വിളിച്ചു പറഞ്ഞ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ കൊച്ചുമോന്റെ പനി മാറട്ടെ. കർത്താവ് സ്നേഹിക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുവാൻ കർത്താവെ സോജിന്റെ പഠനത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടി ഗ്രേസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ വൈദ്യുവിന്റെ വിസയുടെ വിഷയത്തിന് മേൽ കർത്താവ് നീ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതിന്റെ ഡേറ്റ് നീട്ടി ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇന്ന് പാൽക്കാൻ ലോഡിന്റെ ആവശ്യത്തിന് വേണ്ടി കടന്നു പോകുന്ന ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് അനുകൂലമായ കരം കർത്താവെ അവരുടെ കൂടെ ഇരുന്നാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പാൽ ദൈവത്തിന്റെ അത്ഭുത വിഷയത്തിന്മേൽ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ഏകമകൻ ഗൾഫിൽ ജോലി ചെയ്യുന്നു, ശമ്പളം മാസങ്ങളായിട്ട് ലഭിക്കുന്നില്ല. ശമ്പളം ചോദിച്ചപ്പോൾ അറബി പിടിച്ച് ജയിലിലാക്കി. എത്ര ഹീനമായ, എത്ര സങ്കടകരമായ ഒരു സിറ്റുവേഷനിലൂടെ ആ കുടുംബം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാൻ. നമ്മുടെ പ്രിയപ്പെട്ടവർ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ ജോലിയിലും മറ്റുമായിരിക്കുന്നു. അവർക്ക് ലഭിക്കേണ്ട ശമ്പളം ലഭിക്കണം. ഇതുപോലുള്ള അപകടസ്ഥിതിയിൽ നിന്ന് അവർ സൗഖ്യമാകണം. ഗവൺമെൻറ് ഈ വിഷയത്തിൻ്റെ മേൽ പ്രത്യേക ശ്രദ്ധയെടുത്ത് ആ പ്രിയപ്പെട്ടവനെ ജയിലിൽ നിന്ന് പുറത്ത് സുരക്ഷിതമായി വീട്ടിലെത്തിക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായി വരേണ്ടത് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ 2 കരങ്ങളും ഉയർത്തി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഏൽപ്പിച്ച് ഈ വിഷയത്തെ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആ യുവാവ് ജയിലിൽ നിന്ന് പുറത്തു വരട്ടെ. അനുഗ്രഹീതനായി ഭവനത്തിലേക്ക് സുരക്ഷിതത്തോടെ വരുവാൻ മാത്രമല്ല കർത്താവ് അതിനേക്കാൾ എത്രയോ ഉയർന്ന മേഖലയിലേക്ക് കർത്താവ് ജീവിതത്തെ കൊണ്ടുപോകണം, ഉയർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ സൗദിയിലേക്ക് പോകുവാനുള്ള രൂപ അഡ്വാൻസായി കൊടുക്കുന്നു. പ്രത്യേകാല അത് ക്രമമാകേണ്ടതിന് പ്രാർത്ഥിക്കുവാൻ മിസ്റ്റർ ശശി തിരുവല്ലയിൽ നിന്ന് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. ലിയോൺ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്.
പുത്തൻകുരിശിൽ നിന്ന് പൊന്നമ്മയാണ് ഈ വിവരം നമ്മോട് അറിയിച്ചിരിക്കുന്നത്. മകൻ്റെ അടുക്കൽ പോകുവാനായി പാസ്പോർട്ടും പേപ്പേഴ്സും എല്ലാം റെഡിയായി. വിസ ലഭിക്കുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. മരുമകൻ്റെ ജോലിയുടെ തടസ്സം മാറാനും പ്രൊമോഷൻ ലഭിക്കാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് മിസ്റ്റർ സാബു പന്തളത്തു നിന്ന് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. മകൾ അനീഷ 27ാമത്തെ ബർത്ത്ഡേ ആണ്. വിവാഹം നടക്കണം. ലീലാമ്മ വളഞ്ഞവട്ടത്തു നിന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട്. മെറീന തൃശ്ശൂരിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് 37ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അവരുടെ മേൽ അനുഗ്രഹങ്ങൾ ദൈവം പകരേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നാളെ പ്രഭാതത്തിൽ വീണ്ടും നമ്മൾ കാണുമ്പോൾ യേശുവിൻ്റെ വലിയ വിടുതലോടെയ 100 കണക്കിന് ജീവിതങ്ങളുടെ വിടുതലുകൾ കാണുവാൻ പ്രാർത്ഥന കേരളത്തിൽ ഞങ്ങൾക്കിടയാക്കുന്നു. യേശു ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നു. തുടർന്നുള്ള മിനിറ്റുകളിൽ തീർച്ചയായിട്ടും വിളിക്കണം. താങ്കൾ കടന്നു പോകുന്ന ഭാരമേറിയ സിറ്റുവേഷനിൽ താങ്കളുടെ കൂടെ പ്രാർത്ഥന നിൽപ്പാൻ ഞങ്ങൾ സന്നദ്ധമാണ്. എന്നോടൊപ്പം ലോകരാജ്യങ്ങൾ 100 കണക്കിന് ദൈവമക്കൾ പ്രാർത്ഥനയിൽ പ്രൈം കേരള കുടുംബത്തിൽ ഉള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു അത്ഭുതം പ്രവർത്തിക്കും. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. കർത്താവേ, ഇന്ന് ബർത്ത്ഡേസ് ഉള്ളവർക്കായി എല്ലാവരും ആ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് 2 കരങ്ങളും ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും അവിടെ എഴുന്നേറ്റ് ആ ഭവനത്തിനകത്ത്, ആ ആശുപത്രിയിൽ, ആ ഓഫീസിൽ കഴിയുന്നിടത്തോളം എല്ലാവരും എഴുന്നേറ്റ് ആ കരങ്ങളെ ഉയർത്തി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ബർത്ത്ഡേസ് ഉള്ളവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ അനുഗ്രഹീതരാകട്ടെ. നന്മ കൊണ്ട് നിറച്ചാട്ടെ. യേശുവിന്റെ ഉയർച്ച അവരുടെ മേൽ ഉണ്ടാകട്ടെ. സംവത്സരങ്ങളെ നന്മ കൊണ്ട് നിറയ്ക്കുന്ന കർത്താവിന്റെ കരം അവരുടെ മേൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. ജയിലിലായിരിക്കുന്ന യുവാവിന് അവിടുന്ന് സ്വാതന്ത്ര്യം നൽകും. ഇപ്പോൾ തന്നെ ഇതുപോലെ ക്ലേശിക്കുന്ന കാരണം കൂടാതെ കാരണം ഉണ്ടായിട്ടും ജയിലിലായി അധികാരികൾ പോലും മറന്നുപോയിരിക്കുന്ന സിറ്റുവേഷനിലൂടെ പോകുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ പ്രിയപ്പെട്ടവർ ദുഃഖത്തിന്റെ താഴ്വരയിലായിരിക്കുമ്പോൾ യേശുവേ, അവിടുത്തെ കരം ഇപ്പോൾ അവരുടെ മേൽ വയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, എല്ലാവരുടെയും വിവരങ്ങൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഇപ്പോൾ വന്ന് എനിക്ക് തോന്നുന്നു 80-ലധികം പ്രാർത്ഥനാ വിവരങ്ങൾ ഇവിടെ എൻ്റെ പക്കലുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഓരോ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമെന്നാൽ നമുക്കിപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ മറുപടി ഈ ജീവിതങ്ങൾക്കുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതത് വിഷയത്തിൻ്റെ മേല് അങ്ങയുടെ കരം നീട്ടും. അവരെ അവിടുന്ന് ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ. പ്രിയമുള്ളവരെ, യേശു നമുക്ക് വേണ്ടി ദോഷങ്ങളൊന്നും പദ്ധതിയിട്ടിട്ടില്ല. യേശുവിന് എപ്പോഴും നമുക്കായി ശുഭഭാവി യേശുവിലുണ്ട്. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. യേശുവിൽ ആശ്രയിക്കുക, യേശുവിൽ വിശ്വസിക്കുക. യേശു നമുക്കായി കരുതിയ ദൈവിക സമൃദ്ധിയും കരുതലും യേശുവിൽ വിശ്വസിച്ച് അനുഭവിക്കുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. നാമം യേശുനാമം, യേശുനാമം, എല്ലാവരും യേശുനാമം, യേശുനാമം ഉയർന്നത്. എന്ന് ജോലിക്ക് പോകുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവിധ തുറകളിൽ അധ്വാനിക്കാൻ പോകുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്കൂൾ കോളേജുകളിലായിരിക്കുന്നവർക്ക് പോകുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ അനുഗ്രഹീതരാകട്ടെ. യേശുവിന്റെ സമാധാനം, യേശുവിന്റെ കൃപയുടെ വലിയ പകർച്ച ഓരോരുത്തരുടെ മേലും ഉണ്ടാകട്ടെ. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ നേരിടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. പിതാക്കന്മാരെ, മാതാക്കളെ അവിടുന്ന് സൗഖ്യമാക്ക്. യുവതി യുവാക്കന്മാരെ സൗഖ്യമാക്ക്. ഇന്ത്യൻ ജനതയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ത്യയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. We bless India in Jesus name. ലോക രാജ്യങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. We bless the nations of the world in Jesus name. സിയോന്റെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുനാമം, 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 യേശുനാമം ഉയർന്നത്. എന്നേശുവേ, നീ എത്ര നല്ലവൻ. എന്നേശുവേ, നീ എത്ര നല്ലവൻ. എല്ലാവരും ചേർന്ന് എന്നേശുവേ, നീ എത്ര നല്ലവൻ. എന്നേശുവേ, നീ എത്ര നല്ലവൻ.